സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം. ബെൽഷസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി അവർ കാൺകെ വീഞ്ഞ് കുടിച്ചു. ബെൽഷസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന വെള്ളിപ്പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. അടുത്ത വാക്യം വായിക്കാം. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. മതി. ഇവിടെയൊരു രാജാവുണ്ട്. ഇവന്റെ പേര് ബെൽഷസ്സർ രാജാവ്. ഇവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതായ സമയത്ത് രാജാവായതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരു വലിയ വിരുന്നൊരുക്കുവാനിടയായി, ഒരു വലിയ സൽക്കാരം കൊടുക്കാനിടയായി. ആ വിരുന്നിലേക്ക് ആരെയൊക്കെയാണ് ക്ഷണിച്ചിരുന്നത്? അവിടുത്തെ അധികാരികൾ, അവൻ്റെ ഭാര്യമാർ, അവൻ്റെ വെപ്പാട്ടികൾ. അങ്ങനെ വിരുന്നിനു വേണ്ടി എല്ലാവരെയും വിളിച്ചു വരുത്തി ഇവൻ വീഞ്ഞു കുടിക്കുകയാണ്. ഈ ബെൽഷസ്സർ ദൈവം ചെയ്ത നന്മയെ മറന്നുകൊണ്ട് തിന്നും കുടിച്ചും സന്തോഷിച്ചും തൻ്റെ ഭാര്യമാരോടും വെപ്പാട്ടികളോടുമൊപ്പം ഉല്ലസിച്ചു കൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ കോപം വരാനിടയായി. രാജധാനിയുടെ ചുവരിൽ ഒരു കരം പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ വിരലുകൾ ഇപ്രകാരം എഴുതി: മെനെ മെനെ തെക്കേൽ ഉഫാറസീൻ. നിന്നെ ത്രാസിൽ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനായിട്ട് കാണപ്പെട്ടു. കണക്ക് നോക്കിയിട്ട് ദൈവം പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മിൽ അനേകം ആളുകളും പലപ്പോഴും വെല്ലുവിളിക്കുന്നത് കാണാം. എന്നോട് ചോദിക്കുവാൻ ആരും തന്നെ ഇല്ല, ഞാൻ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും. നിന്നെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, ആരെങ്കിലും വിമർശിച്ചാൽ എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം? നീ സ്വയം അഹങ്കരിച്ച് നിന്റെ ഇഷ്ടപ്രകാരമൊക്കെ ജീവിക്കുമെന്ന് പറയുവാനിടയാകുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ദൈവത്തിന്റെ കരത്തിൽ നീ വീഴും. മനുഷ്യനെ നിനക്ക് വഞ്ചിക്കാൻ കഴിയുമായിരിക്കാം, സമൂഹത്തെ പറ്റിക്കുവാൻ കഴിയുമായിരിക്കാം. എന്നാൽ നിന്റെ ഹൃദയത്തെ, അന്തരംഗത്തെ അറിയുന്നതായ കർത്താവിനെ നിനക്കൊരിക്കലും വഞ്ചിക്കുവാൻ കഴിയുകയില്ല. അവൻ വളരെ സന്തോഷത്തോടുകൂടി ഉല്ലസിച്ചു കൊണ്ടിരുന്ന സമയത്താണ് എഴുത്തു കണ്ടത്. എഴുത്തു കണ്ട ഉടൻ തന്നെ അവനത് മനസ്സിലായില്ല എങ്കിലും അവന്റെ മുഖം മാറുവാനിടയായി. വളരെ സന്തോഷത്തോടെ ആയിരുന്ന സമയത്ത് അത് കണ്ട് അമ്പരക്കുവാനിടയായി. അവൻ ഒരുപാട് പരവശനാകുവാനിടയായി. അവന്റെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ഗടഗടകടന്ന് ആടുവാനിടയായി. പാവം, അത് കണ്ടു നിന്ന ആളുകൾ എന്താണ് വിചാരിച്ചത്? രാജാവിന്റെ പുതിയ രീതിയിലുള്ള ഡാൻസ് ആണെന്നാണ്. പുതിയ രീതിയിലുള്ള ഡാൻസാണോ? അവൻ ദൈവത്താൽ പിടിക്കപ്പെട്ടു. ദൈവത്തിന്റെ കരം കണ്ടതായ സമയത്ത് അവൻ ഞെട്ടി വിറച്ചു പരവശനായി കാൽമുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. താൽക്കാലികമായ സന്തോഷത്തിലായിരുന്നതായ മദ്യപാനത്തിന്റെ ലഹരി മുഴുവൻ ഇറങ്ങിപ്പോകുവാനിടയായി. അതവന് മനസ്സിലായില്ലെങ്കിലും ശരി, തന്റെ ഹൃദയത്തിൽ ഒരു ആകുലത ഉണ്ടായി. പരവശനായിട്ട് മാറി. ആ എഴുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അവസാനം ദാനിയേൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു: മെനെ മെനെ തെക്കൽ ഉഫാറസിൻ എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നീ കുറവുള്ളവനായിട്ട് കണ്ടു. ഈ രാത്രിയിൽ നീ മരിച്ചു പോകാനിടയാകുമെന്നും പറഞ്ഞു. ഈ രാത്രി ഇവിടെ ആരും തന്നെ മരിക്കാതിരിക്കട്ടെ. എന്നാൽ ഈ രാത്രിയിൽ നമ്മെ ദൈവം തന്റെ ത്രാസിൽ തൂക്കി നോക്കുന്ന സമയത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, ഞാൻ ദൈവത്തിന് മുൻപ് കറക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതായ വിഷയം? ദൈവം നിന്നെ തൂക്കി നോക്കുകയാണെങ്കിൽ അവൻ നിനക്ക് നൽകിയ സമ്പത്ത്, നിനക്ക് നൽകിയ ആരോഗ്യം, നിനക്ക് നൽകിയ സൗന്ദര്യം, നിനക്ക് നൽകിയ വിദ്യാഭ്യാസം, ഇതെല്ലാം നോക്കുമ്പോൾ അവയെല്ലാം ഒരു തട്ടിൽ വെച്ചിട്ട് നീ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്തതായ കാര്യങ്ങളെല്ലാം മറുതട്ടിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും? എന്താണ്? ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരി സാക്ഷ്യം പറയുന്നതിന് വേണ്ടി വന്നു.
സഭയിൽ വന്ന് സാക്ഷ്യം പറയുക, നോക്കുക, എനിക്ക് 2 സ്വർണ്ണവളയുണ്ടായിരുന്നു, ഇപ്പോൾ 4 വള വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. 2 സാരി ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 സാരി എനിക്കുണ്ട്. നല്ല സ്ത്രീധനം വാങ്ങിച്ചിട്ട് എൻ്റെ മകൻ്റെ വിവാഹം നടത്താൻ കഴിഞ്ഞു. എൻ്റെ മകളുടെ വിവാഹമാണെങ്കിൽ 1 രൂപ പോലും സ്ത്രീധനം കൊടുക്കാതെ നടത്തുവാൻ വേണ്ടി ദൈവം ഞങ്ങളെ സഹായിക്കാനിടയായി എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരി, നിർത്തൂ. ദൈവം എത്രയോ നന്മകൾ നിനക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നീ നിർത്തിയിട്ട് നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നത് പറയുക. നീ എന്താണ് ചെയ്തത്? പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി. പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും നീ മലര് കൊണ്ടുവച്ചു. ഫാൻ ഓൺ ചെയ്തപ്പോൾ അതെല്ലാം പറന്നു പോകാനിടയായി. എന്താണ്, ആ വീട്ടിൽ വലിയ പ്രാർത്ഥനയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു ചെന്നത്. അവർക്ക് ഉണ്ടായിരുന്ന 1 കോടി രൂപ മോഷ്ടാവ് എടുത്തുകൊണ്ടു പോവുകയും പിന്നീട് ആ 1 കോടി രൂപ തിരിച്ചു ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ സന്തോഷമായിട്ടാണ് പ്രാർത്ഥന വയ്ക്കുന്നത്. ആ പ്രാർത്ഥന എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ചോളമലർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആ ചോളമലർ കൊണ്ട് വെച്ചിരുന്ന സമയത്ത് ഫാൻ ഇട്ടപ്പോൾ അതെല്ലാം പറന്നു പോകുവാനിടയായി. അങ്ങനെ അവരുടെ സ്തോത്രമൊക്കെ പറന്നു പോകാനിടയായി. എന്താണ്, ദൈവം ഇത്രയും നന്മ ചെയ്തപ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? ദൈവം നിനക്ക് നന്മ ചെയ്തപ്പോൾ നീ എന്താണ് പകരം ചെയ്തത്? ദൈവം എനിക്ക് നന്മ ചെയ്തു. 18-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന കാര്യം ഞാൻ വിശ്വസിച്ചു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. എന്നെ ഇത്രത്തോളം സ്നേഹിച്ച ദൈവത്തിന് എന്താണ് ഞാൻ പകരം കൊടുക്കുന്നത്? 100 രൂപ, 200 രൂപയോ, 1 കോടിയോ ഒന്നുമല്ല. എന്നെ തന്നെ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി. എൻ്റെ പഠനം നിർത്താനിടയായി. എൻ്റെ വീട് വിട്ടിറങ്ങാനിടയായി. എൻ്റെ കർത്താവിൻ്റെ സേവയ്ക്ക് വേണ്ടി, വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു. എൻ്റെ ദേശം വിട്ട് ഞാൻ ചെന്നൈയിലേക്ക് ദൈവവേലയ്ക്ക് വേണ്ടി വരാനിടയായി. അന്നു മുതൽ ഈ ദിവസം വരെയും ഞാൻ ദൈവത്തിൻ്റെ വേലയിൽ തന്നെ ആയിരിക്കുന്നു. എൻ്റെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനിടയായി. ദൈവം നിനക്ക് നന്മ ചെയ്താൽ നീ ദൈവത്തിന് മിനിമം കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? 10 രൂപയാണോ? നിന്റെ ജീവിതമാണ്. നിന്റെ ജീവിതം. നീയാണ് ആവശ്യം ദൈവത്തിന്. ദൈവത്തിന് ആവശ്യം നിന്നെയാണ്. നിന്നെ വില കൊടുത്ത് വാങ്ങിയതാണവൻ, രക്തം കൊടുത്ത് വാങ്ങിയതാണ്. പാപത്തിന് അടിമയായി പോയപ്പോൾ, പിശാചിന് അടിമയായി പോയതായ സമയത്ത്, അടിമ എന്ന് പറയുന്നതായ സമയത്ത് നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിൽ അവരുടെ ഭരണകാലത്ത് ഒരു അടിമ എന്ന് പറഞ്ഞാൽ എടാ എന്ന് വിളിക്കുന്ന സമയത്ത് സാർ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കണം. ഒരു ജോലിയാണെങ്കിൽ 8 മണിക്കൂർ ചെയ്യുവാനിടയാകും. എന്നാൽ ശ്രദ്ധിക്കുക, ഒരു അടിമയെ സംബന്ധിച്ച് ഏതു സമയവും ആ യജമാനന്റെ കീഴിലായിരിക്കണം. യജമാനന്റെ കാൽ കീഴിൽ പറഞ്ഞതനുസരിച്ച് നിൽക്കണം. ഇന്നുള്ളതായ അനേകം ആളുകളും പാപത്തിന് അടിമകളായിരിക്കുകയാണ്. അർദ്ധരാത്രിയാണെങ്കിലും മദ്യപിക്കാൻ വേണ്ടി വരും. അതുപോലെ സിഗരറ്റ് വലിക്കാൻ എഴുന്നേൽക്കും. എപ്പോഴാണെങ്കിലും അവർ പാപത്തിനടിമയായിത്തീരുന്നു. എന്നാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കാകട്ടെ മക്കൾക്കാകട്ടെ യാതൊരു പ്രാധാന്യവും അവർ കൊടുക്കാതെ നശിച്ചു പോകുന്ന അനേകർ ഈ കാലത്തുണ്ട്. ഇന്ന് നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യം നിന്നെയാകുന്നു. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയം നശിക്കുവാൻ പാടില്ല. അവൻ നിനക്ക് വില തന്നതാണ്. നിന്നെ വില കൊടുത്ത് വാങ്ങിയതാണ്. നീ അവന്റെ സ്വത്താണ്. DL മൂഡി എന്ന ഭക്തൻ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചീട്ട് കളിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, 1 കൈ ഇടൂ എന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കൈയില്ല എന്ന്. എന്താണ് സാർ ജോക്ക് പറയുന്നത്? നിങ്ങൾക്ക് ആരോഗ്യമുള്ള 2 കൈകൾ ഉണ്ടല്ലോ, പിന്നെന്താണ്? ഈ കൈകളാണോ? ഈ കൈകൾ എന്റേതല്ലെന്ന് പറഞ്ഞു. എന്താണ് സാർ, നിങ്ങളുടെ കൈകൾ നിങ്ങളുടേതല്ലെന്നോ? അതെ, അടുത്തു വന്നിരിക്കോ, പറയാമെന്ന് പറഞ്ഞു. ആ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന യൗവനക്കാരൻ അടുത്തു വന്നിരിക്കുന്നു. പറയൂ സാർ, എന്താണെന്ന് ചോദിച്ചു. എന്റെ കൈകൾ പാപം ചെയ്യുന്നതായിരുന്നു, പാപത്താൽ നിറഞ്ഞതായിരുന്നു. എന്നാൽ ഞാൻ ചെയ്ത പാപങ്ങൾ നിമിത്തമായി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഏറ്റു. എന്റെ പാപത്തിന് പരിഹാരം ചെയ്തു. രക്തം കൊടുത്തെന്നെ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ എന്റെ ശരീരം ആ ക്രൂശിൽ കിടക്കുകയാണ്. ഇത് അവന്റെ ശരീരമാകുന്നെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ദൈവത്തിന്റെ പൈതലാണ്. എൻ്റെ ഈ കരങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയൂ. ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കുന്നു, വചനം വായിക്കാൻ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഈ കൈകൾ കൊണ്ട് ഞാൻ ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കില്ല, ചീട്ടു കളിക്കുകയില്ല, കള്ളയൊപ്പ് ഇടുകയില്ല. ഇത് ദൈവത്തിൻ്റെതാകുന്നുവെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൈകൾ ആരുടേതാണ്? നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണവളയൊന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ കൈകൾ ആരുടേതാണ്? അതുമാത്രം പറയുക. ഒരു സഹോദരി ധൈര്യത്തോട് പറഞ്ഞപ്പോൾ 3 പേർ മാത്രം പറയുവാനിടയായി. നിങ്ങളുടെ കൈകൾ ആരുടേതാണ്? നിങ്ങളുടെ കാൽ ആരുടേതാണ്? നിങ്ങളുടെ വായ് ആരുടേതാണ്? നിങ്ങൾ ആരുടെ സ്വത്താണ്? നീ ആർക്ക് സ്വന്തമാണ്? മറന്നുപോയി. രാവിലെ എഴുന്നേറ്റ പിന്നെ നിനക്ക് ഡ്യൂട്ടി ബിസിയാണ്, ഓഫീസ് കാര്യത്തിൽ ബിസിയാണ്. നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, വ്യാപാരം, നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, നിന്റെ ഇഷ്ടങ്ങൾ മാത്രം, നിന്റെ ആലോചനകൾ മാത്രം.
ദൈവമേ, നീ എനിക്കൊരു ദിവസം നൽകി. ഈ ദിവസം നിന്റെ ഹിതപ്രകാരം ഞാൻ എങ്ങനെ ജീവിക്കണം? ഇതാ ഈ ദിവസം എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാനിന്ന് സമർപ്പിക്കുകയാണ്. ഞാൻ നടക്കേണ്ടുന്ന പാത എനിക്ക് ഉപദേശിച്ചു തരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ എപ്പോഴും വസിക്കണമേ. ഞാൻ ജീവിക്കേണ്ടുന്നതായ മാർഗത്തിൽ നീ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിനചര്യകൾ ആരംഭിക്കുന്ന ക്രിസ്ത്യാനികൾ എത്ര ആളുകളുണ്ട് പറയൂ. നീ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരത്തെ പാപത്തിന്റെ അവയവങ്ങൾ അല്ലാതെ ക്രിസ്തുവിന്റെ അവയവങ്ങളായി ഉപയോഗിക്കണം. വേശ്യയോട് കൂടുന്നവൻ തന്റെ ശരീരത്തെ വേശ്യയ്ക്ക് കൊടുക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുന്നവൻ ക്രിസ്തുവിന് തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്നവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതായ സമയത്ത് കൂടുതൽ ദൈവത്തോട് അടുത്ത് നിന്നുകൊണ്ട് അവനുമായി ചേർന്ന് വസിച്ചുകൊണ്ട് അവന്റെ ഹിതപ്രകാരം നിങ്ങൾ ജീവിക്കുന്ന വ്യക്തികളാണോ? അല്ലെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ട് തിന്നും കുടിച്ചും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ജീവിക്കുകയാണോ? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പാപം നിങ്ങളെ പിടിക്കുവാനിടയാകും. ഒരുപക്ഷെ നീ ഇന്ന് ചിന്തിച്ചേക്കാം, ഇന്ന് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, എനിക്കൊരു കുറവുമില്ല എന്ന്. എന്നാൽ ഒരു ദിവസം നീ പിടിക്കപ്പെടും. നിന്റെ പാപം നിന്നെ പിടിക്കും. അന്ന് നീ വീഴുവാനിടയാകും. രോഗത്തിലേക്ക് വീഴുവാനിടയാകും. കഷ്ടതയിലേക്ക് വീഴുവാനിടയാകും. നഷ്ടത്തിലേക്ക് വീഴുവാനിടയാകും. ദോഷത്തിലേക്ക് വീഴുവാനിടയാകും. ദൈവത്തെ മറക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇന്ന് വലിയ കഷ്ടതയുണ്ട്. ഈ സമയത്ത് നീ കഷ്ടതയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ഞരങ്ങുന്നു. എന്നാൽ അതിന്റെ കാരണക്കാരൻ നീയാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കുന്നുണ്ടോ? കടഭാരത്തിലായിരിക്കുന്നു, ഞെരുക്കത്തിലായിരിക്കുന്നു, രോഗത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ കരയുന്നു. എന്നാൽ നീ വിശ്വസിക്കുന്നുണ്ടോ ഈ കഷ്ടതയുടെ കാരണം നീയാകുന്നുവെന്ന്? നിന്റെ അവിവേകം കാരണമാണ്, നിന്റെ പാപം കാരണമാണ്, നിന്നെ തന്നെ കർത്താവിങ്കിലേക്ക് നീ സമർപ്പിക്കാത്തതിന്റെ കാരണമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ പറയുകയാണെങ്കിൽ, ദാനിയേൽ അവനോട് അരുളി ചെയ്തു, ഇന്ന് രാത്രി നീ കൊല്ലപ്പെടുവാൻ ഇടയാകുമെന്ന്. അപ്പോൾ ബെൽഷസ്സർ എന്തു ചെയ്തു? ദാനിയേൽ എല്ലാം പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞു, ഓക്കെ ശരിയെന്ന് പറയുവാൻ ഇടയായി. എന്നാൽ ദൈവദാസനെ, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ അനുസരണക്കേട് കാണിച്ചു, പാപം ചെയ്ത് ജീവിച്ചു, ദൈവത്തോട് മറുതലിക്കാൻ ഇടയായതിൽ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. അതുപോലെ ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ വിധിയാണ്, ഞങ്ങളുടെ തലവരെയാണ്. എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഞങ്ങളുടെ തലവരെയാണ്. ദൈവം അങ്ങനെ ആർക്കും ഒന്നും വരച്ചു വിട്ടിട്ടില്ല. നീയാണ് എഴുതി വെക്കുന്നത്, ദൈവം ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഇവൻ നശിച്ചു പോകണം, ഇവൻ മദ്യപാനിയാകണം, ഇവൻ ഗുണം പിടിക്കില്ല, ഇവൻ നശിച്ചു പോകണം, ഇവൻ ദുർമാർഗിയായി പോകണം, ഇവൻ ചീത്ത വിളിക്കുന്ന മഹാക്രൂരനാകണം, ഇവളൊരു ദുഷ്ടയായിട്ട് മാറണം എന്നൊക്കെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ പറയുമോ? നിങ്ങൾക്കൊരു 10 മക്കളുണ്ടെങ്കിൽ, ഇപ്പോൾ ആർക്കും അങ്ങനെയില്ലല്ലോ, 10 മക്കളുണ്ടെങ്കിൽ ഇവൻ കൊലപാതകനാകണം, ഇവൻ കള്ളനാകണം, ഇവൾ ദ്രോഹിയാവണം, ഇവൻ ദുഷ്ടനാകണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുമോ? എന്താണ്? എൻ്റെ മക്കൾ എല്ലാവരും നന്നായിട്ട് വരണം. എങ്കിൽ സ്വർഗീയ പിതാവ് നമ്മളെ നോക്കുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നാം എങ്ങനെയായിരിക്കണമെന്നാണ് ചിന്തിക്കുന്നത്? നല്ലവരായിരിക്കണമെന്നാണ്, സുഖമായിരിക്കണമെന്നാണ്. നിനക്ക് തന്നെ നീ നാശം ചെയ്യരുത്, നിനക്ക് തന്നെ നീ ദോഷം ചെയ്യരുത്. വലിയ പദ്ധതികളുമായിട്ടാണ് നിന്നെ ഞാൻ സൃഷ്ടിക്കുവാൻ ഇടയായിരിക്കുന്നത്. നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ് എന്ന ദൈവം പറയുന്ന സമയത്ത് മനുഷ്യൻ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് നാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ദൈവം യഥാർത്ഥ ദൈവമാകുന്നുവെങ്കിൽ, ദൈവം സർവശക്തനാണെങ്കിൽ, മനുഷ്യർ മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആകാശത്ത് നിന്നും വിളിച്ചു പറഞ്ഞിട്ട്, മനുഷ്യ എല്ലാവരും ഇപ്പോൾ തന്നെ മാറട്ടെ എന്നൊന്ന് മന്ത്രം ചൊല്ലിയാൽ പോരെ? എന്തിനാണ് ഈ മീറ്റിങ്ങുകൾ? എന്തിനാണ് യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? എന്തിനാണ് ഈ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഹൃദയം സമർപ്പിക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നത്? എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ മുഴുവൻ മാറ്റുവാൻ കഴിയുകയില്ലേ? ശരിയല്ലേ? എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നില്ല? ദൈവം എന്നെയും നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കളിപ്പാവകളായിട്ടല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് മൃഗങ്ങളെ പോലെയല്ല. നമ്മെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലുമാണ് നമുക്കവൻ സ്വാതന്ത്ര്യം നൽകി. നിന്റെ ഇഷ്ടമാണ്. ഇതാ വെളിച്ചം, ഇതാ ഇരുട്ട്, ഇതാ ജീവൻ, ഇതാ മരണം, ഇതാ ഇടുക്കമുള്ള വാതിൽ, ഇതാ വിശാലമായ വാതിൽ, ഇതാ ഇവിടെ ഞാനുണ്ട്, അതാ അവിടെ സാത്താനുണ്ട്. ആരെ വേണമെങ്കിലും
തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് ആരുടെ ഇഷ്ടമാണ്? നിന്റെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് വേണ്ടി മകനും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും ഒന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അവരുടെ ഇഷ്ടങ്ങൾ അവർ തന്നെ തിരഞ്ഞെടുക്കണം. ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും, ദൈവത്തിന് മകനും മകളുമാണുള്ളത്, അല്ലാതെ കൊച്ചുമകനും കൊച്ചുമകളും ഇല്ല. ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ യേശുവിൻ്റെ മകനായി. എൻ്റെ പിതാവ് യേശുവിൽ വിശ്വസിച്ചപ്പോൾ പിതാവ് യേശുവിൻ്റെ മകനായി. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ മകനായി. എൻ്റെ മകൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൊച്ചുമകനാണോ? ദൈവത്തിൻ്റെ മകനായി. ഓരോരുത്തരും വെവ്വേറെ സ്വയമായിട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടതാണ്. നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വചനം കേൾക്കുന്നതായ നിന്നെ ദൈവം നോക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവം ചെയ്ത നന്മകളെ നീ മറന്നുപോയിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എന്നാൽ ദൈവത്തെ മറന്ന് നീ ലോകത്തിൽ ആശ്രയിക്കുന്നുണ്ടാവാം. ഇന്ന് ദൈവം നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തെ മറന്നു പോകുന്നവർ, ദൈവത്തെ വിട്ടുമാറുന്നവർ കഷ്ടത അനുഭവിക്കാനിടയാകും, ദുഃഖം അനുഭവിക്കാനിടയാകും. അതിന്റെ അവസാനം നിത്യനരകമാണ്. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുണ്ട്. ആ നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഇന്ന് നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് ഒരു വാക്ക് നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങൾ പരിശോധിക്കുക. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ ശരിയായത് ആണോ? ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ വീട്ടിൽ ചെന്നാൽ ഉടൻ കിടന്ന് ഉറങ്ങരുത്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ അന്തരംഗത്തെ ഒന്ന് കാണുമാറാകണമേ. എന്റെ അവസ്ഥകളെ നീ കാണണമേ അപ്പാ. എന്റെ ഭക്തി പൂർണ്ണമായതല്ല, പേരിനു വേണ്ടിയുള്ള ഭക്തിയാകുന്നു. പുറമേ ഒരു ഭക്തനായിട്ട് പാട്ടുകൾ പാടുന്നു, ആരാധിക്കുന്നു, എന്നാൽ എന്റെ ഹൃദയത്തിൽ ശുദ്ധിയില്ലപ്പാ. ഇന്ന് എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യഥാർത്ഥ അനുഗ്രഹം എനിക്ക് വേണം. സമ്പൂർണമായ ദൈവിക വിടുതൽ എനിക്ക് ആവശ്യമാണ്. എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ നിന്റെ സ്വത്താകുന്നുവല്ലോ, നിന്റെ രക്തം കൊടുത്ത് വാങ്ങപ്പെട്ടവനാണല്ലോ. കർത്താവേ, നിന്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കാം. എന്നെ നീ സ്വീകരിക്കണമേ. കർത്താവിനോട് നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയം നിന്റെ മുൻപിൽ വളരെ അസ്വസ്ഥമായിരിക്കുന്നു, വളരെ ചിന്താഭാരത്തിലായിരിക്കുന്നു. കർത്താവേ, എങ്കിലും ഈ രാത്രികാലം നീ എന്നെ വീണ്ടും വിളിക്കുകയാണോ? എന്നോട് ക്ഷമിക്കുന്നതിനായി, എന്നെ ശുദ്ധീകരിക്കുന്നതിനായിട്ട്, എന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, നിന്റെ സാക്ഷിയായിട്ട് മാറ്റുന്നതിന് വേണ്ടി. കർത്താവേ, നീ എന്നെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇതാ നിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. യേശുവേ, എൻ്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കുമാറാകണമേ, എന്നെ സ്വീകരിക്കുമാറാകണമേ. യേശുവേ, നിന്റെ മകനായിട്ട് ഇന്നു മുതൽ ഞാൻ ജീവിക്കാം. എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം നീ ക്ഷമിക്കുമാറാകണമേ. എൻ്റെ ശരീരത്തെ അങ്ങയുടെ ആലയമായിട്ട് ഞാൻ കാത്തുരക്ഷിക്കാം. എന്നോട് മനസ്സറിയണമേ കർത്താവേ എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യേ നീ എഴുന്നള്ളി വന്നതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. നീ സ്നേഹിക്കുന്ന, നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളെ എല്ലാം ഇവിടേക്ക് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മനസ്സുകൾ എങ്ങനെയാകുന്നു എന്ന് അങ്ങ് നന്നായിട്ട് അറിയുന്നു. ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അറിയുന്നതായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യമുണ്ടായിരിക്കാൻ വേണ്ടി നീ ആശിക്കുന്നു. നുറുങ്ങിയതായിട്ടുള്ള ഹൃദയം നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകുമാറാകണമേ. കർത്താവേ, എന്നെ വിടുവിക്കണമേ. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, അവരുടെ പ്രാർത്ഥനകൾക്ക് നീ മറുപടി കൊടുക്കുമാറാകണമേ. ഒരുപാട് രീതിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോഴും, ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുമ്പോഴും, എത്രയോ തവണ നിന്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നല്ല വീടുകൾ ഞങ്ങൾ പണിതിട്ട് നല്ല സുഖത്തോടെ, നല്ല മക്കളോടെ, അനുഗ്രഹത്തോടെ ഞങ്ങൾ സന്തോഷിച്ച് നിന്നെ മറക്കുവാനിടയായി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ആരൊക്കെയാണോ നിന്നെ വിട്ട് അകന്ന് നിൽക്കുന്നത്, ഈ ദിവസം അവരോട് നീ ക്ഷമിക്കണമേ, അവരെ ആകർഷിക്കണമേ. ആരൊക്കെയാണോ നിന്നെ ദുഃഖിപ്പിക്കുവാനിടയായത്, അവരോട് ഇന്ന് നീ ക്ഷമിക്കുമാറാകണമേ കർത്താവേ. മദ്യപാനത്തിന്റെ ദുശീലത്തിൽ അടിമയായിരിക്കുന്നതായ ആളുകളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇവിടെയുള്ള മദ്യപാനികൾ ആരും തന്നെ
വീണ്ടും ആ മദ്യം തൊടുവാൻ ഇടയാകാത്ത വണ്ണം അവർക്ക് പുതിയൊരു സ്വഭാവം നൽകുമാറാകണമേ. പരസ്ത്രീ ആഴമുള്ള കുഴിയാണ്, വേശ്യ ആഴമായ കിണറിന് സമമാണ് എന്ന് നിന്റെ വചനം പറയുന്നതനുസരിച്ച് കർത്താവേ, ഇവിടെ ആരാണോ പാപക്കുഴിയിൽ അകപ്പെട്ടിരിക്കുന്നത്, ഞെരുക്കത്തിലായിരിക്കുന്നത്, പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ, വിടുവിക്കപ്പെടുവാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്നവരെ, വ്യഭിചാരത്തിന്റെ പാപത്തിലായിരിക്കുന്നവരെ നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകണമേ. എല്ലാ തടസ്സങ്ങളെയും നീ പൊട്ടിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവർത്തികളെ സകലരുടെയും ജീവിതത്തിൽ നീ നടത്തുമാറാകണമേ. ഞങ്ങൾ തിരിച്ചു ഭവനത്തിൽ പോയാലും നിന്റെ ആത്മാവ് ഞങ്ങളെ പിന്തുടരുവാൻ സഹായിക്കുമാറാകണമേ. പുതിയൊരു ഹൃദയത്തോടുകൂടി, സ്തുതിക്കുന്ന ഹൃദയത്തോടുകൂടി, വിശുദ്ധമായ ഹൃദയത്തോടുകൂടി, ജീവൻ നൽകിയ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതായ ഹൃദയത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകുമാറാകണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതായ എല്ലാ വ്യക്തികളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.